ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? അപ്പം ഒന്ന് കടച്ചൊക്കെ ഇട്ടൊരു കറി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നൂൽപ്പിട്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, നാളികേരത്തിൻ്റെ ക്ഷാമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ചോറിക്കും നൂൽപ്പിട്ടിലേക്കും കൂടി ആവാലോ വെച്ചിട്ട് അങ്ങനെ. പക്ഷേ കടച്ചക്ക എനിക്ക് കണ്ടപ്പോൾ കുറച്ച് മൂപ്പ് കുറവുള്ളൊരു ചള്ള് പോലെ തോന്നിട്ടാ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ശകലം പൊടി കുറവ് വരുന്നിട്ടാ. എന്നാലും കറി നല്ല സൂപ്പർ കറിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടാ. അപ്പോൾ നൂൽപ്പിട്ടൊക്കെ ഞാനൊന്ന് പിഴിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നൊരു കുഞ്ഞു വീഡിയോ തന്നെയാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ വീഡിയോ ഇല്ലാതെ നിങ്ങളെത്തിക്ക് എനിക്ക് വരാതിരിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാട്ടാ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 4 മിനിറ്റ് വരെ ആയാലും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ കൂടെ വരുന്നത് കേട്ടോ. അപ്പോൾ സന്ധ്യ നേരമായിട്ടാ, ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കോഴികളൊക്കെ കയറുന്ന ഒരു ടൈമാട്ടാ. അതുകൊണ്ടാണ് കോഴിയുടെയൊക്കെ ഒരു കൂവലിട്ടാ. പിന്നെ ഇന്നലെ ഞാൻ കപ്പയൊക്കെ നന്നാക്കിയല്ലോ. അപ്പോൾ എൻ്റെ ഒരു വലിയ നല്ല മൂർച്ചയുള്ളൊരു കത്തി ഉണ്ട് കേട്ടാ. ആ കത്തി ഇന്ന് പൊടി പോലും കാണാനില്ല കേട്ടാ. അപ്പോൾ ആ പൂള കൊണ്ടിടണേ കൂടെ കൊണ്ടിട്ടോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടാ. അപ്പോൾ ചെറിയ കത്തിയാണ് പിന്നെ 3-4 ഉള്ളത് കേട്ടാ. ആ കേട്ട് എങ്ങനെയൊക്കെയോ വെട്ടി പൊളിച്ചിട്ടൊക്കെ ഞാൻ ഒക്കെ അരിഞ്ഞെടുത്തിട്ടാ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടൊന്ന് കുറച്ച് നേരം ഒരു കറ ഉണ്ടല്ലോ ഇതിൽ, കുറച്ച് നേരം ഒന്ന് വെള്ളത്തിയിട്ടതിൻ്റെ ശേഷം നന്നായിട്ടത് കഴുകിയെടുത്തിട്ടാണ്. പിന്നെ ഇതിലേക്ക് മുകൾക്ക് നല്ലൊരു വറവ് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും പെരുംജീരകമൊക്കെ ഇട്ടിട്ട് നാളികേരം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ചള്ള് പോലെ തോന്നിയിട്ടാണ്. അപ്പം ഞാൻ ഒരു സവോളയും ഒരു തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് വെറും ഉപ്പിട്ടിട്ട് കഷ്ണം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 2 അടി അടിച്ചിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒന്നിങ്ങനെ കഴിച്ച് നോക്കുമ്പോൾ ഒരു കളുകൾ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതല്ലെങ്കിൽ ഒന്ന് തിളച്ചാൽ തന്നെ നല്ല വേവണത് നന്നായിട്ട് കിട്ടൂലേ. അപ്പം അങ്ങനെ ഞാൻ അതിലേക്ക് നമ്മൾ അരപ്പുണ്ടല്ലോ, നാളികേരമൊക്കെ വറുത്തിട്ടുള്ള അരപ്പ്, അപ്പം അതിൽ കൂടെ തന്നെ ഞാൻ മുളകും മല്ലിയൊക്കെ ഒന്നാണ്ട് ചൂടാക്കിയതാണ് കേട്ടോ. ആ അരപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറി ആയിരുന്നു കേട്ടോ. വേവ് കുറച്ച് കുറവാണെങ്കിലും പൊടിയില്ലെങ്കിലും കൂടിയിട്ട് നല്ല രുചിയുള്ളൊരു കറി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കറിവേപ്പിലയും കുഞ്ഞേ ഉള്ളിയും ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്നാണ്ട് കാച്ചി ഒഴിച്ചിട്ടാ. അപ്പോൾ നമ്മൾ ബാങ്ക് വിളിക്കുന്ന നേരമായിട്ടാ. ഇനിയിപ്പം നമ്മൾ ഇത് വെച്ചാലുള്ള ടൈമില്ല കേട്ടാ. നമ്മൾ 7:30 വീഡിയോ വരണമല്ലോ. അപ്പം നമ്മളെ നല്ല സൂപ്പറായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകണമല്ലോ. അപ്പോൾ ഒരു 10:30 ഇവിടുന്ന് ഇറങ്ങിയിട്ടാ. പിന്നെ 2 മണിയായപ്പോഴാണ് വന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് പറയാൻ പോയപ്പോൾ ആ വീട്ടിൻ്റെ പുറകു വശത്തുള്ള ഒരു വ്യൂ ആട്ടത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടാ. അപ്പം ഞാനൊന്ന് എടുത്തതാട്ടാ. താഴ്ചയിലേക്ക് നോക്കത്താ ദൂരം നെൽപ്പാടം, ഞാറ് നടാൻ പാകമായിട്ട് കിടക്കുന്ന പാടാണ് കേട്ടാ. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമായ പിന്നെ ഇത് നമ്മളൊരു ഓർഡറാക്കിയിട്ട് വന്നതാണ് കേട്ടോ, ഒരു പുതപ്പ്. അപ്പോൾ അതൊന്ന് പൊട്ടിക്കണ ഒരു വീഡിയോ കേട്ടോ. നല്ല 600 രൂപയ്ക്ക് നല്ല സൂപ്പർ സാധനം. നമ്മളെ നല്ല മഞ്ഞും തണവൊക്കെയാണല്ലോ ഈ ടൈമിൽ. അപ്പം നല്ല പുതച്ച് കിടക്കാൻ പറ്റിയ നല്ലൊരു കംഫർട്ട് ആയിട്ട് ഇട്ടുള്ള സാധനം കേട്ടോ. അപ്പം അതൊന്ന് പൊട്ടിച്ച് നോക്കുകയാണ് കേട്ടോ. നല്ല സൂപ്പറാണ്. പിന്നെ ഇങ്ങനെയുള്ള സാധനമൊക്കെ എൻ്റെ മകന് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സാധനമൊക്കെ ഓർഡറാക്കിയത് കേട്ടോ. ബെഡിനുള്ള കവറും ഇത് പുതയ്ക്കാനുള്ള പുതപ്പും ഒക്കെയാണ് കേട്ടോ. എന്നാൽ ചവിട്ടി അതൊക്കെ എൻ്റെ മോൻ്റെ ഒരു ഏറ്റവും കൂടുതൽ ഈ സാധനമായിട്ട് ആൾക്കാർ വരും ഇവിടെ കേട്ടോ. അത്രയും സാധനം ഇരുന്നിട്ട് ഇങ്ങനെ ഓർഡറാക്കും. അപ്പോൾ അതാണ് കേട്ടോ നമ്മളെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഒന്ന് നിർത്തി കാണിച്ചു തരാൻ കേട്ടോ. നല്ല ഫാമിലി കോട്ടിനൊക്കെ പാകമായിട്ടുള്ള പുറത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്ര തന്നെയല്ലോ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇതിൽ കോഴിയുടെയും മറ്റുള്ള ശബ്ദങ്ങളൊക്കെ വന്നതിൽ ഞങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ് കേട്ടോ. വെച്ചാൽ നമ്മളെ സാഹചര്യം അനുവദിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്ര തന്നെയല്ലോ കേട്ടോ. മറ്റൊരു വീഡിയോ ഇത് ഇന്നലെ വന്നതാണ് കേട്ടോ. ആ വീഡിയോ ഞാൻ ഇന്നതിൽ ഉൾപ്പെടുത്തിയതാണ്. അപ്പം നമ്മളെ കുഞ്ഞു വീഡിയോ ഇത്ര തന്നെയല്ലോ കേട്ടോ. ഓക്കെ, നമ്മളെ സ്വപ്നരെ
നിക്കു കൂകണ പോലെ താഴേന്ന് കൂകണുണ്ട് കേട്ടാ. അപ്പോൾ ഓക്കെ, ബായ്.